Welcome back to the classes of Quantity Survey 2. Module 4 Valuation and Rent Fixation പത്താമത്തെ പാർട്ട് വീഡിയോ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുഹമ്മദ് റഹീസ് സാറാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് റെന്റ് ഫിക്സേഷൻ ഓഫ് ഗവൺമെന്റ് ബിൽഡിംഗ് എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ റെന്റ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വസ്തുവിൽ നിന്നുള്ള ആ വസ്തുവിന് എത്ര രൂപ ചെലവായി, ആ രൂപയുടെ എത്ര ശതമാനം ഓരോ വർഷവും ലാഭം ലഭിക്കണം, അതിനുകൂടെ എത്ര ചെലവ് വരുന്നുണ്ട്, ആ ചെലവിനുള്ള പൈസയും കൂടെ കാണണം. എന്നിട്ട് ആ കണ്ടിട്ട് ടോട്ടൽ ഇത്ര രൂപ നമ്മൾ ഒരു വാർഷിക റെൻ്റായിട്ട് തീരുമാനിക്കുന്നു, അതിൽ നിന്ന് മാസ റെൻ്റായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഗവൺമെൻറ് ബിൽഡിങ്ങിൻ്റെ അതല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് യൂസ് ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ എല്ലാം റെൻറ്റ് ഫിക്സ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ചില മെത്തേഡുകൾ പഠിക്കാനുണ്ട്, ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. വിച്ച് ആർ ഓൾ ദ മെത്തേഡ്സ് ത്രൂ വിച്ച് ദ റെൻറ്റ് ഓഫ് എ ഗവൺമെൻറ് ബിൽഡിംഗ് ഈസ് ഫിക്സ്ഡ്. അപ്പോൾ അങ്ങനെ ചോദിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് ദ ഫൈനൽ ടോപ്പിക് ഓഫ് മൊഡ്യൂൾ 4 ഓഫ് ക്വാണ്ടിറ്റി സർവേ. ഇനി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോബ്ലംസ് മാത്രമാണ്. അപ്പോൾ 2 ക്ലാസ് നിങ്ങൾക്ക് പ്രോബ്ലം കൂടെ തരുന്നതോടുകൂടി മൊഡ്യൂൾ 4 കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെന്റ് ഫിക്സേഷൻ എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു. അത് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. വി നോ ദാറ്റ് the basis of standard rent calculation is to allow a certain percentage of interest on capital and to add annual expenditure on repairs, maintenance and taxes. ഒരു വസ്തുവിൻ്റെ റെന്റ് തീരുമാനിക്കുന്നത്, വാടക തീരുമാനിക്കുന്നത് ആ വസ്തുവിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി വന്ന ചെലവും ആ വസ്തുവിന് വർഷാവർഷം വരുന്ന ചെലവും എല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ടാണ്. ഒരു ബിൽഡിങ്ങിൻ്റെ റെന്റ് തീരുമാനിക്കുന്നത് ബിൽഡിംഗ് നിർമ്മിക്കാൻ ചെലവ് വന്ന രൂപ എത്രയാണെന്നും ആ ബിൽഡിങ്ങിൻ്റെ വർഷാവർഷം വരുന്ന മറ്റനേകം ചെലവുകളെല്ലാം കണക്കാക്കിയിട്ടാണ് വസ്തുവിൻ്റെ റെന്റ് തീരുമാനിക്കുന്നത്. മെത്തേഡ്സ് ഓഫ് സ്റ്റാൻഡേർഡ് റെന്റ് ഫിക്സേഷൻ. അപ്പോൾ ഗവൺമെന്റിന്റെ റെന്റ് ഫിക്സേഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെന്റ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ റെന്റ് നമുക്ക് ഇഷ്ടമുള്ള രൂപ എത്രയും ഇടാം അല്ലെ. ഒരു ബിൽഡിംഗ് ഞാൻ നിർമ്മിച്ചു, എനിക്ക് മാസം 25,000 രൂപ റെന്റ് കിട്ടണം എന്ന് അയാൾക്ക് ഇങ്ങോട്ട് തീരുമാനിക്കാം. ഡിമാൻഡുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇതേപോലെ കണക്ക് കൂട്ടിയിട്ടൊന്നുമല്ല റെന്റ് ഫിക്സ് ചെയ്യുന്നത്. പക്ഷെ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട് റെന്റ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സോ there are 3 methods to find the standard rent of a building. അപ്പോൾ ഗവൺമെന്റ് പ്രൊസീജിയറിൽ മൊത്തം 3 മെത്തേഡുകൾ ഉണ്ട് ഒരു വസ്തുവിൻ്റെ, ഒരു ബിൽഡിങ്ങിൻ്റെ റെന്റ് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ നമ്മൾ ഇന്ന് ചെയ്തു നോക്കും. സോ മെത്തേഡ് നമ്പർ 1, ഒന്നാമത്തെ മെത്തേഡ് നമുക്ക് ആദ്യം നോക്കാം. The standard rent is taken as 6% of the capital cost. ക്യാപിറ്റൽ കോസ്റ്റ് എത്രയാണോ അതിൻ്റെ 6% റെന്റ് ആയിട്ട് അങ്ങോട്ട് തീരുമാനിക്കുക. അതായത് 1 കോടി രൂപ മുടക്കിയിട്ട് നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 6% 6 ലക്ഷം രൂപ വാർഷിക റെന്റ് ആയിട്ട് അങ്ങോട്ട് ഫിക്സ് ചെയ്യാം. 1 കോടി രൂപ കൊടുത്തിട്ട് ഞാനൊരു ബിൽഡിംഗ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൽ നിന്ന് മൊത്തം എനിക്ക് 6 ലക്ഷം രൂപ ഒരു വർഷം പിന്നെ ലാഭമായിട്ട് ലഭിക്കണം എന്ന്, അല്ലെങ്കിൽ റെന്റായിട്ട് ലഭിക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് മെത്തേഡ് നമ്പർ 1. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ കോസ്റ്റ് എന്നുള്ളൊരു ടേം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു വാട്ട് ഈസ് ക്യാപിറ്റൽ കോസ്റ്റ്. അപ്പോൾ നമുക്ക് സംശയം തീർക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയാം. The capital cost includes the cost of construction of the building, the cost of sanitary water supply works and the cost of electrical installations. ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ നിർമ്മിക്കുന്നതിനും ബിൽഡിങ്ങിലെ സാനിറ്ററി ഫെസിലിറ്റീസ്, വാട്ടർ സപ്ലൈ ഫെസിലിറ്റീസ്, ഇലക്ട്രിക്കൽ ഫെസിലിറ്റീസ് ഇതെല്ലാം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾ നമ്മൾ ഈ ക്യാപിറ്റൽ കോസ്റ്റിൽ ഉൾപ്പെടുത്തും. ബിൽഡിങ്ങിന്റെ ആ ഒരു കോളം ബീം സ്ട്രക്ചർ മാത്രമല്ല, അതിന്റെ എല്ലാ വർക്കിനും വേണ്ടി ചെലവായ പൈസ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ കോസ്റ്റ് കണക്കാക്കുന്നത്. ആ ക്യാപിറ്റൽ കോസ്റ്റിന്റെ 6% റെന്റായിട്ട് വാങ്ങാൻ മെത്തേഡ് നമ്പർ 1 നമ്മൾ പഠിക്കുന്നത്. The cost of construction of the compound wall, fencing, approach roads, other roads will be included in the capital cost. അപ്പോൾ ആ ബിൽഡിങ്ങിന്റെ നിർമ്മാണം മാത്രമല്ല, ബിൽഡിങ്ങുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന പ്ലോട്ടിലെ മതിലുകളും ഗേറ്റും റോഡും ഒക്കെ നിർമ്മിക്കുന്നതിന്റെ ചെലവ് ആ പ്രോപ്പർട്ടിയുടെ നിർമ്മാണ ചെലവായിട്ട് തന്നെ കണക്കാക്കും. എന്നിട്ട് അതിനൊക്കെ കൂടിയുള്ള ഒരു കണക്കാക്കിയിട്ടുള്ള ഒരു വാടകയാണ് നമ്മൾ
മെത്തേഡ് ആ മൊത്തം ചെലവിന്റെ 6% വാടകയായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ മെത്തേഡ് നമ്പർ 1 ഈസ് വെരി ഈസി. എന്താണ്? ഒരു ബിൽഡിങ്ങിന്റെ വാടക നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? ആ ബിൽഡിംഗ് നിർമ്മിക്കാനും ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലോട്ടും റോഡൊക്കെ നിർമ്മിക്കാൻ എത്ര രൂപ ചെലവ് വന്നോ ആ ചെലവിന്റെ 6% ഓരോ വർഷവും റെന്റ് ആയിട്ട് ലഭിക്കണം എന്ന് ഫിക്സ് ചെയ്യുന്ന മെത്തേഡാണ് ഏത്? മെത്തേഡ് നമ്പർ 1. ഇനി രണ്ടാമത്തെ മെത്തേഡിലോട്ട് പോവാം. മെത്തേഡ് നമ്പർ 2. The standard rent is calculated at 6% interest on the total capital cost. In addition, the expenditure on annual and special maintenance and repairs taxes are added. നേരത്തെ പറഞ്ഞതുപോലെ മുടക്കുമുതലിന്റെ 6% തന്നെ നമുക്ക് ലഭിക്കണം. പക്ഷെ അത് മാത്രം പോരാ. അതിന് പുറമെ in addition expenditure on annual and special maintenance, രണ്ട് ടൈപ്പ് മെയിൻ്റനൻസ് പറയുന്നുണ്ട്. ആനുവൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ആനുവലി ചെയ്യേണ്ട കുറച്ച് മെയിൻ്റനൻസ് ഉണ്ടാവും. എല്ലാ ബിൽഡിങ്ങും വർഷാവർഷം ചിലപ്പോൾ പെയിന്റ് അടിക്കേണ്ടി വരും, ചില സാധനങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. അത് ആനുവലി എങ്ങനെയായാലും ചെയ്യണം. അതിന് പുറമെ സ്പെഷ്യൽ മെയിൻ്റനൻസ്, ചില പ്രത്യേക കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ആളുകളുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ടൊക്കെ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരാം. സ്പെഷ്യൽ മെയിൻ്റനൻസ്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ആനുവൽ മെയിൻ്റനൻസ് ഉണ്ട്, സ്പെഷ്യൽ മെയിൻ്റനൻസ് ഉണ്ട്. പിന്നെ റിപ്പയേഴ്സ്, ടാക്സസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചെലവും കൂടെ അതിൽ നിന്ന് കിട്ടണം. അതാണ് മെത്തേഡ് നമ്പർ 2. വ്യത്യാസം മനസ്സിലായോ? മെത്തേഡ് നമ്പർ 1 we are simply finding the capital cost and we are fixing the rent as the 6% of the capital cost. നേരെ നമ്മൾ ക്യാപിറ്റൽ കോസ്റ്റിന്റെ 6% വാർഷിക വാടക എന്ന് തീരുമാനിക്കുന്നതാണ് മെത്തേഡ് നമ്പർ 1. മെത്തേഡ് നമ്പർ 2 ഈ മൊത്തം ക്യാപിറ്റൽ കോസ്റ്റിന്റെ 6% ഒരു റെന്റ് ആയിട്ട് കിട്ടണം. അതിന് പുറമെ ആ ബിൽഡിങ്ങുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന എല്ലാ ചെലവുകളും, ആ ചെലവുകൾ പ്രധാനപ്പെട്ടത് ആനുവൽ മെയിൻ്റനൻസ് ആണ്, രണ്ടാമത്തത് സ്പെഷ്യൽ മെയിൻ്റനൻസ് ആണ്, മൂന്നാമത്തത് മറ്റ് വിധത്തിലുള്ള ടാക്സുകളാണ്. ഇതിനുള്ള കാശെല്ലാം എന്തിൽ ഉൾപ്പെടണം? ഈ റെന്റുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടണം എന്ന് തീരുമാനിക്കുന്ന ടൈപ്പ് ഓഫ് റെന്റ് ഫിക്സേഷൻ ആണ് മെത്തേഡ് 2. അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. മെത്തേഡ് 2 നമ്മൾ പറഞ്ഞു 6% മുടക്കുമുതലിന്റെ 6% വാടക ഇനത്തിൽ എങ്ങനെയാലും കിട്ടണം. അതിന് പുറമെ രണ്ട് ടൈപ്പിലുള്ള മെയിൻ്റനൻസ് ചെലവും ടാക്സും കിട്ടണം എന്ന് പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ അതിൽ ഒന്നാമത്തെ മെയിൻ്റനൻസ് ചെലവ് എന്ന് പറയുന്നത് ആനുവൽ റിപ്പയർ മെയിൻ്റനൻസ് ആണ്. എല്ലാ വർഷവും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. അപ്പൊ എല്ലാ വർഷവും നിർബന്ധമായി ചെയ്യേണ്ട ഒരു ബിൽഡിങ്ങിൽ പ്രധാനമായിട്ടും ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ ഉണ്ട്, ബിൽഡിങ്ങിന്റെ സാനിറ്ററി വർക്കുകൾ ഉണ്ട്, പ്ലംബിംഗ് വർക്കുകൾ ഉണ്ട്, പിന്നെ വാട്ടർ സപ്ലൈ വർക്കുകൾ ഉണ്ട്, ഇലക്ട്രിക്കൽ വർക്കുകൾ ഉണ്ട്. ഈ എല്ലാ സാധനത്തിലും വർഷത്തിലും മെയിൻ്റനൻസ് വരുന്നുണ്ടല്ലോ അല്ലേ? ഒന്നിൽ മാത്രമാണോ മെയിൻ്റനൻസ് വരുന്നത്? പെയിന്റിങ് മാത്രമാണോ? അല്ല, എല്ലാ വസ്തുക്കളും, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് കേടുപാടുകൾ വരാം, മെയിൻ്റനൻസ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ 6% ലാഭമായിട്ട് വാങ്ങുന്നതിന് പുറമെ ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിന് ചെലവായ കാശിന്റെ 1.5% ബിൽഡിങ്ങിന്റെ റിപ്പയർ വർക്കിന് വേണ്ടി വാങ്ങിക്കണം. വാട്ടർ സപ്ലൈ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപ ചെലവായോ അതിന്റെ 1% ജനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആ ബിൽഡിംഗ് ഉപയോഗിക്കുന്ന ആളടുത്ത് നിന്ന് എല്ലാ വർഷവും അതിന്റെ റിപ്പയർ മെയിൻ്റനൻസിന് വേണ്ടി വാങ്ങിക്കണം. പിന്നെ സാനിറ്ററി വർക്കിന്റെ 1%, ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻസിന്റെ 1%. അപ്പൊ ഈ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ സ്വിച്ച്, ബൾബ്, ഫാന്, മോട്ടർ, ഇതൊക്കെ ഫിക്സ് ചെയ്യുന്ന അതാണ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻസ്. അപ്പൊ അതിനുവേണ്ടി എത്ര രൂപ ചെലവായി? ഒരു 10 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ആ മൊത്തം ബിൽഡിങ്ങിന്റെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തെങ്കിൽ അതിന്റെ ഒരു 1.5%, ആ 1.5% രൂപ, ഒരു 17,000 രൂപ എല്ലാ വർഷവും ആളുകളുടെ കയ്യിൽ നിന്ന് വാടകയുടെ കൂടെ തന്നെ പിരിച്ചെടുത്തിട്ട് ആ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻസിന്റെ മെയിൻ്റനൻസ് നടത്തണം. അതേപോലെ സാനിറ്ററി വർക്ക്, ഇപ്പോ വാഷ് ബേസിൻ, ക്ലോസറ്റ്, ഇതിനൊക്കെ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അതിന് ചെലവായ കാശിന്റെ 1% ആളുകളുടെ വാടകയുടെ കൂടെ പിരിച്ചെടുത്തിട്ട് അതിന്റെ മെയിൻ്റനൻസ് എല്ലാം ചെയ്യണം. അപ്പോൾ റെന്റ് ഫിക്സേഷനിലെ ആനുവൽ റിപ്പയറിന് വേണ്ടിയിട്ടുള്ള ഈ വാല്യൂസ് മറന്നു പോകാൻ പാടില്ല. 1.5% ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ്, 1% ഓഫ് ദ വാട്ടർ സപ്ലൈ, 1% ഓഫ് ദ കോസ്റ്റ് ഓഫ് സാനിറ്ററി വർക്ക്, 1.5% ഓഫ് ദ കോസ്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ്. അപ്പൊ ഇത്രയും ആനുവൽ റിപ്പയർ ചെലവിലോട്ട് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന്റെ കൂടെ സ്പെഷ്യൽ റിപ്പയർ ഉണ്ട്. വാർഷികമായിട്ട് നമ്മൾ ചെയ്യുന്നതിന് പുറമെ എക്സ്ക്ലൂസീവ് ആയിട്ട് ചിലപ്പോൾ സ്പെഷ്യൽ വർക്കുകൾ ആവശ്യം വരാം. അപ്പൊ ആ സ്പെഷ്യൽ വർക്കിന് വേണ്ടിയിട്ടുള്ള പൈസ നമുക്ക് എവിടെ നിന്നാണ് കിട്ടേണ്ടത്?
ഈ ആളുകളുടെ വാടകയിൽ നിന്നാണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ ആ വാടകയിൽ നിന്നും എത്ര രൂപ അതിനുവേണ്ടി മാറ്റി വെക്കണം? ഇപ്പോൾ നിർമ്മാണ ചെലവ്, ബിൽഡിങ്ങിന്റെ നിർമ്മാണ ചെലവിന്റെ 0.6% ആണ് എന്തിനു മാറ്റി വെക്കേണ്ടത്? ഈ സ്പെഷ്യൽ റിപ്പയറിന് വേണ്ടിയിട്ട്. പിന്നെ വാട്ടർ സപ്ലൈ വർക്കിന്റെ 3.5%, സാനിറ്ററി വർക്കിന്റെ 3.5%, ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസിന്റെ 3.5%. ഇത്രയും രൂപ നമ്മൾ ആളുകളുടെ കയ്യിൽ നിന്നും വാടകയുടെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് കളക്ട് ചെയ്തിട്ട് സ്പെഷ്യൽ റിപ്പയറിന് വേണ്ടി മാറ്റി വെക്കണം. ആൻഡ് അതിന് പുറമെ നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, എന്താണ്? ടാക്സ് അല്ലേ. ഈ ആളുകൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ടാക്സുകളും ഈ ആളുകൾ തന്നെയാണ് അടക്കേണ്ടത്. അപ്പോൾ മെത്തേഡ് 2 അതിൽ എന്തൊക്കെയാണ് ചെയ്തത്? സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തു നിർമ്മിക്കാൻ ചെലവായതിന്റെ 6% എല്ലാ വർഷവും നമുക്ക് വാടക ഇനത്തിൽ കിട്ടണം. അതിന് പുറമെ മെയിൻ്റനൻസിന്, വാർഷിക മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള തുക അയാളുടെ കയ്യിൽ നിന്ന് കിട്ടണം. ആൻഡ് സ്പെഷ്യൽ റിപ്പയർ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള തുക കിട്ടണം. മറ്റ് ഇതര ടാക്സുകൾക്ക് വേണ്ടിയിട്ടുള്ള തുകയും ആ വാടകന്റെ കൂടെ തന്നെ ലഭിക്കണം. അപ്പോൾ നമുക്കത് ഒരു പ്രോബ്ലം ചെയ്താൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ആൻഡ് മെത്തേഡ് നമ്പർ 3, മൂന്നാമത്തെ മെത്തേഡിൽ പറയുന്നത് എന്താണ്? എ ഗവൺമെന്റ് ഒഫീഷ്യൽ occupying a government building has to pay 1/10 of his salary. In addition, he has to pay the water tax, house tax, electricity bills, sewerage charges, maintenance cost, etc. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ വാടക നിർണ്ണയിക്കുന്ന രീതി ആ ബിൽഡിംഗ് ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്റെ സാലറിയുടെ 1/10 എന്ന് തീരുമാനിക്കുക. അതായത് ഒരു ബിൽഡിംഗ് ഉപയോഗിക്കുന്നത് ഒരു ഓഫീസ് ക്ലർക്കാണ്, അയാളുടെ സാലറി 30,000 രൂപയാണെന്ന് വിചാരിക്കുക. അയാളുടെ സാലറിയുടെ 1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,000 രൂപ. അപ്പൊ 3,000 രൂപയാണ് അയാൾ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ വാടക എന്ന് തീരുമാനിക്കുന്ന രീതിയാണ് മൂന്നാമത്തെ മെത്തേഡ്. ഓക്കെ. അപ്പോൾ ഈ അയാൾക്ക് മറ്റ് ഫെസിലിറ്റികളൊന്നും ഉണ്ടാവില്ല. അവിടുത്തെ കറണ്ട് ബില്ലും വെള്ളത്തിന്റെ ബില്ലും ഒക്കെ അയാൾ സ്വയം അടക്കേണ്ടിയിരിക്കുന്നു. അതാണ് വ്യത്യാസം. അപ്പോൾ 3 മെത്തേഡുകൾ നമ്മൾ പറഞ്ഞു. ആ 3 മെത്തേഡ് ഒരു പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഒന്നാമത്തെ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ടോട്ടൽ മുടക്ക് മുതൽ എത്രയാണെന്ന് കണ്ടെത്തിയിട്ട് അതിന്റെ 6% ഒരു വർഷത്തെ റെന്റ് എന്ന് തീരുമാനിക്കുന്നതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ചെലവായ പൈസയുടെ 6% കിട്ടുന്നതിന് പുറമെ തന്നെ വാർഷിക മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള തുകയും സ്പെഷ്യൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള തുകയും എല്ലാം തന്നെ ഈ വാടകയുടെ കൂടെ വാങ്ങിയെടുക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ അതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു വാടക നിശ്ചയിക്കുന്ന രീതിയാണ് മെത്തേഡ് 2. ആൻഡ് മെത്തേഡ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ആ വീട്ടിൽ നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ ബിൽഡിംഗ് യൂസ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ സാലറി എത്രയാണെന്ന് നോക്കിയിട്ട് ആ സാലറിയുടെ 1/10 ആ ബിൽഡിങ്ങിന്റെ വാടക എന്ന് കണക്കാക്കുന്നതാണ് മൂന്നാമത്തെ മെത്തേഡ്. അപ്പോൾ അവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ മെത്തേഡിൽ വെള്ളത്തിന്റെ ബില്ലും പിന്നെ ഇലക്ട്രിസിറ്റിയുടെ ബില്ലും ഒക്കെ അയാൾ തന്നെ കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. സോ നമുക്ക് ഈ ആശയം ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം, ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ. Calculate the standard rent of a government residential building newly constructed from the following data. പുതിയതായിട്ട് നിർമ്മിച്ച ഒരു ഗവൺമെന്റിന്റെ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഒരു ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെന്റ് നിർമ്മിത ബിൽഡിങ്ങിന്റെ ഡാറ്റാസ് താഴെ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ലാൻഡ്, സ്ഥലം ഏറ്റെടുത്തത് 10,000 രൂപയ്ക്കാണ്. കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ 40,000 രൂപയ്ക്കാണ്. ഇതൊക്കെ ഒരു അസംഷൻ ആണ് കേട്ടോ. ഈ 40,000 രൂപയ്ക്കൊക്കെ ഒരു വീട് ഉണ്ടാകാൻ പറ്റൂല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്നാലും ഒരു അസംഷൻ വേണ്ടിയിട്ട്, പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. 10,000 രൂപയ്ക്ക് സ്ഥലം എടുത്ത് 40,000 രൂപയ്ക്കാണ് അവിടെ ബിൽഡിംഗ് കിട്ടിയത്. കോസ്റ്റ് ഓഫ് റോഡ്സ് വിത്തിൻ ദ കോമ്പൗണ്ട് ആൻഡ് ഫെൻസിങ്, ചുറ്റുമതിൽ കെട്ടാനും അതിനകത്തുള്ള റോഡിന്റെ വർക്കിനെല്ലാം വേണ്ടി വന്ന ചെലവ് 2,000 രൂപയാണ്. കോസ്റ്റ് ഓഫ് സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്ക് 8% ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിൽ സാനിറ്ററി വർക്കും വാട്ടർ സപ്ലൈ വർക്കും ഒക്കെ ചെയ്യാൻ വന്ന ചെലവ് എന്നുള്ളത് ആ ബിൽഡിങ്ങിന്റെ മൊത്തം നിർമ്മാണ ചെലവിന്റെ 8%. കോസ്റ്റ് ഓഫ് ഇലക്ട്രിക് ഇൻസ്റ്റാളേഷൻസ് ഇൻക്ലൂഡിംഗ് ഫാൻസ് എക്സെട്ര, ഫാൻ അടക്കമുള്ള വിവിധ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ചെലവ് എന്നുള്ളത് 10% ഓഫ് ദ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ്. ബിൽഡിങ്ങിന്റെ നിർമ്മാണ ചെലവിന്റെ 10%. സോ ദ മുനിസിപ്പൽ ഹൗസ് ടാക്സ് വരുന്നത് ഓരോ വർഷം 400 രൂപയാണ് വീടിന്റെ ടാക്സ് ആയിട്ട്, നികുതി ആയിട്ട് അടക്കേണ്ടത്. വാട്ടർ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൽ വെള്ളം, പബ്ലിക് സപ്ലൈന്റെ വെള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ടാക്സ് അടക്കണം. നോർമലി ആ ടാക്സ് ഈ വാടകയിൽ ഉൾപ്പെടാറില്ല, അത് ഉപയോഗിക്കുന്ന ആൾ ഡയറക്റ്റ് ആണ് അടക്കേണ്ടത്. പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാക്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെലവാണ് അല്ലെ. അപ്പൊ ഈ 10,000 രൂപ കൊടുത്തിട്ട് സ്ഥലം എടുത്ത് 40,000 രൂപ കൊടുത്തിട്ട്
അവിടെ ബിൽഡിങ് പണിഞ്ഞിട്ട് അവിടെ റോഡും ഫെൻസിങ്ങും ചുറ്റുമതിലെല്ലാം ഉണ്ടാക്കിയിട്ട് അവിടുത്തെ സാനിറ്ററി വർക്കിന് വേണ്ടിയിട്ടും അവിടുത്തെ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ടൊക്കെ പൈസ ചിലവായിട്ടുണ്ട്. അതിന് പുറമെ ടാക്സ് ഇനത്തിലൊക്കെ പൈസ ചിലവായിട്ടുണ്ട്. ഇത്രയും പൈസ ചിലവായിട്ടുള്ള ഒരു കേസിൽ ആ പെർട്ടിക്കുലർ ബിൽഡിങ്ങിന് ആ പൈസ എല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു റെന്റ് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ആ റെന്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക എന്നാണ് നമ്മൾ ഈ പ്രോബ്ലത്തിലൂടെ അനലൈസ് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് ദ ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ്. മൊത്തം മുടക്കുമുതൽ എത്രയാണെന്ന് നമുക്ക് ആദ്യം അറിയണം. അപ്പോൾ കോസ്റ്റ് ഓഫ് ലാൻഡ് ഈസ് നോട്ട് ആഡഡ് ടു ദ ക്യാപിറ്റൽ കോസ്റ്റ്. ക്യാപിറ്റൽ കോസ്റ്റിൽ ബിൽഡിങ്ങിന്റെ വാല്യൂ മാത്രമേ ആഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പ്രോബ്ലത്തിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത്, ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ് കാണുമ്പോൾ കോസ്റ്റ് ഓഫ് ദ ബിൽഡിങ്ങുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ചെലവുകൾ മാത്രമാണ് ക്യാപിറ്റൽ കോസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് 40,000 രൂപയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് റോഡ്സ് ആൻഡ് ഫെൻസിങ് 2,000 രൂപയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റോഡും അവിടുത്തെ ചുറ്റുമതിലൊക്കെ നിർമ്മിക്കാൻ വേണ്ടി വന്ന ചെലവ്. കോസ്റ്റ് ഓഫ് സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്ക്, അവിടുത്തെ സാനിറ്ററി വർക്കിനും വാട്ടർ സപ്ലൈ വർക്കിനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ചെലവ് എന്നുള്ളത് 8% ഓഫ് ദ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ആണ്. കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് 40,000 ആണെന്ന് അറിയാം. 40,000ന്റെ 8% എന്ന് പറയുമ്പോൾ 8% of 40,000 is equal to 3,200 rupees. 3,200 രൂപ ഓരോ വർഷവും സാനിറ്ററി വർക്കിന്റെ മെയിൻ്റനൻസിനൊക്കെ വേണ്ടിയിട്ട്, ടോട്ടൽ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന്റെ 8% 3,200 രൂപ കൊടുത്തിട്ടാണ് സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്ക് അവിടെ ചെയ്തിട്ടുള്ളത്. അതൊരു ക്യാപിറ്റൽ കോസ്റ്റ് ആണ്. കോസ്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻസ് ഇൻക്ലൂഡിംഗ് ഫാൻ അടക്കമുള്ള വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഫിക്സേഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ചെലവ് എന്നുള്ളത് ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിന്റെ 10%. സോ 10% ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന് വന്ന ചെലവ് 40,000 ആണെന്ന് അറിയാം. അതിന്റെ 10% എന്ന് പറയുമ്പോൾ 4,000 രൂപയാണ്. സോ 10/100 into 40,000 which is 4,000 rupees. 4,000 രൂപയാണ് അവിടുത്തെ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻസിന് വേണ്ടി വന്നിട്ടുള്ള ചെലവ്. സോ ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള 40,000 രൂപ, പിന്നെ റോഡിനും ഫെൻസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുള്ള 2,000 രൂപ, പിന്നെ സാനിറ്ററി വാട്ടർ സപ്ലൈ വർക്കിന് വേണ്ടി വന്നിട്ടുള്ള 3,200 രൂപ, ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻസിന് വേണ്ടി വന്നിട്ടുള്ള 4,000 രൂപ. ഇത്രയും രൂപ കൂട്ടിക്കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 49,200. 49,200 രൂപയാണ് മൊത്തം ചെലവ്. ആ ബിൽഡിങ്ങിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ടാക്സ് ഒന്നുമല്ല. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് possessing that particular property or construction of that particular property. ആ പ്രോപ്പർട്ടി വാങ്ങിക്കാനോ ആ പ്രോപ്പർട്ടി നിർമ്മിക്കാനോ നമുക്ക് വന്നിട്ടുള്ള ചെലവാണ് എന്ത്, ക്യാപിറ്റൽ കോസ്റ്റ് എന്നുള്ളത്. അപ്പോൾ 49,200 രൂപയാണ് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഓരോ മെത്തേഡിലും ആ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കണം. മെത്തേഡ് 1ൽ നമ്മൾ എന്ത് പറഞ്ഞു, ദ സ്റ്റാൻഡേർഡ് റെന്റ് ഈസ് ടേക്കൺ ആസ് 6% ഓഫ് ദ ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ്. മൊത്തം ചെലവിന്റെ 6% റെന്റ് ആയിട്ട്, സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക എന്നാണ് ഒന്നാമത്തെ മെത്തേഡിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസിയാണ് സംഭവം. കാരണം എന്താ, സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6% ഓഫ് ദ ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ്. മൊത്ത പൈസ ചെലവിന്റെ 6% സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് തീരുമാനിക്കുന്നു. സോ മൊത്തം ചെലവ് നമ്മൾ ക്യാപിറ്റൽ കോസ്റ്റ് കണ്ടെത്തി കഴിഞ്ഞു. 49,200 രൂപയാണ് നമ്മൾ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞു. സോ അതിന്റെ 6% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,952 രൂപ. 2,952 rupees has to be paid as rent for an year. ഒരു വർഷത്തിന് 2,952 രൂപയാണ് വാടകയായിട്ട് അടക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇറ്റ് ഈസ് വെരി ഈസി. Find the total capital cost from the given data. Simply multiplying with 6%, we will get the annual rent. So method 2 പ്രകാരം നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേഷൻ വരുന്നത് നോക്കാം. സ്റ്റാൻഡേർഡ് റെന്റ് ഈസ് ഈക്വൽ ടു 6% ഓൺ ദ ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ്. നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ പറഞ്ഞു, ക്യാപിറ്റൽ കോസ്റ്റ് എത്രയാണോ ചെലവ് വന്നത് അതിന്റെ 6%, അത് മെത്തേഡ് 1ൽ നമ്മൾ ചെയ്യണം. അതിന് പുറമെ ആനുവൽ മെയിൻ്റെനൻസിന് വരുന്ന ചെലവ് പ്ലസ് സ്പെഷ്യൽ റിപ്പയർ വർക്കിന് വരുന്ന ചെലവ്, ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് വേണം റെന്റ് ഫിക്സ് ചെയ്യാൻ. അതാണ് മെത്തേഡ് 2. മെത്തേഡ് 1ൽ വെറും ചെലവിന്റെ 6% നോക്കുന്നത്. മെത്തേഡ് 2ൽ ചെലവിന്റെ 6%-ന് പുറമെ
ആനുവൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും സ്പെഷ്യൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള പൈസയും കൂടെ വാടക ഇനത്തിൽ കൂട്ടുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടുന്ന എമൗണ്ട് എത്രയാണ് നമ്മൾ ഓർത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ അത് പറഞ്ഞു തന്നത്. 1.5% പിന്നെ ബിൽഡിങ്ങിന്റെ ചെലവിൽ നിന്നും 1% വാട്ടർ സപ്ലൈ വർക്ക്, 1% സാനിറ്ററി വർക്ക്, 1.5% ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻസ് നിന്ന് ഒക്കെ പോകുന്നു. അത്രയാണ് നമ്മൾ ഇതിന്റെ വാടകയിലോട്ട് മാറ്റി വെക്കേണ്ടത്. പിന്നെ സ്പെഷ്യൽ റിപ്പയർ വർക്ക് ആണെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിന്റെ ചെലവിന്റെ 0.6% ആണ് സ്പെഷ്യൽ റിപ്പയറിന് വേണ്ടിയിട്ട് വാടകന്റെ കൂടെ ചേർക്കേണ്ടത്. പിന്നെ ബാക്കി 3 കാര്യത്തിന്റെയും 3.5% വെച്ചിട്ടാണ് കൂട്ടേണ്ടത്. അപ്പോൾ നമുക്ക് അതിന്റെ മെത്തേഡ് 2ന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ്. ടോട്ടൽ മൊത്തം മുടക്ക് മുതലിന്റെ ഇൻട്രസ്റ്റ് എത്രയാണ്? 6% ആണെന്നാണ് പറഞ്ഞത്. അത് എത്രയാണ്? 6% ഓഫ് 49,200. 49,200 എന്താ? ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ് which is 2,952. 2,952 രൂപയാണ് ഓരോ വർഷവും മൊത്തം മുടക്ക് മുതലിന്റെ 6% വെച്ചിട്ടുള്ള പലിശ. അപ്പൊ ഇതെങ്ങനെയായാലും എനിക്ക് നെറ്റ് റെന്റ് ആയിട്ട് കിട്ടണം. അതിന് പുറമെ എന്തൊക്കെ കിട്ടണം എന്നാ പറഞ്ഞത്? ഒന്ന് ആനുവൽ റിപ്പയർ, വാർഷിക റിപ്പയറിന് വേണ്ടി വരുന്ന ചെലവ്. അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. 1.5% ബിൽഡിങ്ങിന്റെയും റോഡിന്റെയൊക്കെ ചെലവ് വരുന്നത്. അപ്പോൾ 1.5% ഓഫ് 42,000, ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് 42,000 രൂപയാണ്. അതിന്റെ 1.5% 630 രൂപ ആ ഇനത്തിൽ വാടകയിലോട്ട് കിട്ടണം. പിന്നെ സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്കിന്റെ ചെലവ് എന്ന് പറഞ്ഞാൽ 3,200 രൂപയാണ്. അതിന്റെ 1% ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റിൽ വരണം, അതായത് 32 രൂപ. ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻസിന്റെ 1.5%. ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻസിന് വരുന്ന ചെലവ് എന്നുള്ളത് 4,000 രൂപയാണ്. അതിന്റെ 1.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 രൂപയാണ്. ആൻഡ് ടോട്ടൽ എമൗണ്ട് ഫോർ ആനുവൽ റിപ്പയർ, എല്ലാ വാർഷിക മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും വാടകയിലൂടെ നമുക്ക് ലഭിക്കുന്നത് 630 പ്ലസ് 32 പ്ലസ് 60 വിച്ച് ഈസ് 722. 722 രൂപയാണ് എല്ലാ വർഷത്തെയും ആനുവൽ റിപ്പയറിന് വേണ്ടി ലഭിക്കേണ്ട തുക. ഓക്കെ. അതിന് പുറമെ സ്പെഷ്യൽ റിപ്പയർ ഉണ്ട്. സ്പെഷ്യൽ റിപ്പയറിന്റെ വാല്യൂസ് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ബിൽഡിങ്ങിന്റെ 0.6% ഇൻറ്റു ബിൽഡിങ്ങിന്റെ കോസ്റ്റ് 42,000 വിച്ച് ഈസ് 282 രൂപ. സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്കിന്റെ ചെലവിന്റെ 3.5%, 3.5 by 100 into 3,200, അതായത് 112 രൂപ. ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസിന്റെ 3.5% വിച്ച് ഈസ് 4,000 രൂപയുടെ 3.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 രൂപ. അപ്പൊ ഇതെല്ലാം കൂടെ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഫോർ സ്പെഷ്യൽ റിപ്പയറിന് വേണ്ടി വരുന്നത് 504 രൂപയാണ്. അപ്പൊ ഓരോ വർഷവും വരുന്ന പ്രത്യേക റിപ്പയറിന്റെ ചെലവായിട്ടുള്ള 504 രൂപയും ഈ വാടകയിൽ ഉൾപ്പെടുത്തണം. അപ്പൊ വാർഷിക മെയിൻ്റനൻസിന്റെ പൈസയും വാടകയിൽ ഉൾപ്പെടുത്തണം, സ്പെഷ്യൽ റിപ്പയറിന്റെ പൈസയും വാടകയിൽ നമ്മൾ ഉൾപ്പെടുത്തണം. ആൻഡ് മെത്തേഡ് നമ്പർ 2ൽ നമ്മൾ ലാസ്റ്റ് ആ ക്വസ്റ്റ്യനിൽ തന്ന പോലെ ടാക്സും കൂടെ നോക്കുന്നുണ്ട്. മുനിസിപ്പൽ ഹൗസ് ടാക്സ് ആയിട്ട് 400 രൂപ എന്ന് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ആൻഡ് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ടാക്സ് ആയിട്ട് 140 രൂപ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ടോട്ടൽ എമൗണ്ട് ഓഫ് ടാക്സ് വരുന്നത് ഈ 400 140 കൂടെ ചേരുമ്പോൾ വിച്ച് ഈസ് 540 റുപ്പീസ്. മൊത്തം 540 രൂപയാണ് ടാക്സിനകത്തിൽ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം തന്നിട്ടുണ്ട്, വാട്ടർ ടാക്സ്. ഈ വാട്ടർ ടാക്സ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഉപയോഗിക്കുന്ന ആളാണ് വെള്ളത്തിന്റെ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പൊ അത് ഇപ്പൊ ഞാനൊരു ബിൽഡിംഗ് നിർമ്മിച്ചു, അവിടെ വെള്ളം ഉപയോഗിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ വെള്ളത്തിന്റെ ബില്ല് കൊടുക്കുന്നതിന് കൂടെ തന്നെ വെള്ളത്തിന്റെ ടാക്സും കൂടെ അടക്കണം. അല്ലാതെ മുതലാളിയായിട്ടുള്ള ഞാനല്ല അടക്കേണ്ടത്. ഓക്കെ. അപ്പൊ അത് ഒക്യുപ്പന്റ് ആണ് അടക്കേണ്ടത്. അതുകൊണ്ട് വാട്ടറിന്റെ ടാക്സിനെ റെന്റിനെ പ്രത്യേകം അങ്ങനെ റെന്റിലേക്ക് പരിഗണിക്കാറില്ല. So water tax is paid directly by the occupant, hence it is not included in the rent calculation. The total standard rent കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ് നോക്കി. അതായത് മൊത്തം ക്യാപിറ്റൽ കോസ്റ്റിന്റെ 6% എന്ന് പറഞ്ഞു, അതാണ് 2,982 രൂപ. പിന്നെ ടോട്ടൽ എമൗണ്ട് ഫോർ ആനുവൽ റിപ്പയർ, വാർഷിക പിന്നെ റിപ്പയർ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമ്മൾ കണക്കാക്കിയത് 722 രൂപ. ടോട്ടൽ എമൗണ്ട് ഫോർ സ്പെഷ്യൽ റിപ്പയർ, സ്പെഷ്യൽ റിപ്പയറിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന തുക 504 രൂപ. ടോട്ടൽ എമൗണ്ട് ഫോർ ടാക്സസ്, പിന്നെ വിവിധ തരത്തിലുള്ള മുനിസിപ്പൽ പ്രോപ്പർട്ടി ടാക്സ്, അതിനെല്ലാത്തിനും കൂടെ വന്നിട്ടുള്ള ചെലവ് 540 രൂപ. ആൻഡ് നമ്മൾ ചെയ്യുന്ന എന്താണ്, അപ്പൊ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടക്കിയ ആൾക്ക് ലാഭം കിട്ടുന്ന പൈസയാണ്. ബാക്കി ഉള്ള 3 ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകളാണ്. അപ്പൊ ഈ ലാഭവും
ചെലവും ഇതെല്ലാം കൂടെ കിട്ടിയാൽ ടോട്ടൽ സ്റ്റാൻഡേർഡ് റെന്റ് ആയിട്ട് 4718 രൂപ എന്ന് പറയാം. അതായത് 4718 രൂപ വാർഷിക വാടക ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ 2982 രൂപ നമുക്ക് ലാഭമായിട്ട് ലഭിക്കും. 722 രൂപ ആനുവൽ റിപ്പയറിന് വേണ്ടി ചെലവാക്കാം. 504 രൂപ സ്പെഷ്യൽ റിപ്പയറിന് വേണ്ടി ചെലവാക്കാം. പിന്നെ 504 രൂപ സ്പെഷ്യൽ റിപ്പയറിന് വേണ്ടി ചെലവാക്കാം. 540 രൂപ വിവിധ ഇനത്തിലുള്ള ടാക്സ് അടക്കുന്നതിന് വേണ്ടി ചെലവാക്കാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ടോട്ടൽ സ്റ്റാൻഡേർഡ് റെന്റ് കണക്കാക്കുന്ന മെത്തേഡ് നമ്പർ 2. മെത്തേഡ് നമ്പർ 2 ആണ് നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യനിൽ ചോദിക്കാറുള്ളത്. അപ്പൊ നമ്മൾ രണ്ട് മെത്തേഡിൽ ഈ പ്രോബ്ലം മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഒന്നാമത്തെ മെത്തേഡിൽ നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ കോസ്റ്റ് കണ്ടിട്ട് അതിന്റെ 6% ആനുവൽ റെന്റ് എന്ന് തീരുമാനിച്ചു. രണ്ടാമത്തെ മെത്തേഡിൽ എന്ത് ചെയ്തു? ടോട്ടൽ ചെലവിന്റെ 6% എന്നുള്ള കണക്കിന് പുറമെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് അത് രണ്ട് തരത്തിലുള്ള മെയിൻ്റെനൻസ് പറഞ്ഞു. ഇയർലി മെയിൻ്റെനൻസ്, വാർഷികമായിട്ടുള്ള മെയിൻ്റെനൻസ് എത്രയാണെന്ന് പറഞ്ഞു. അതിന് പുറമെ സ്പെഷ്യൽ റിപ്പയർ മെയിൻ്റെനൻസിന്റെ കാര്യം പറഞ്ഞു. ഇതിനൊക്കെ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന തുക പ്ലസ് ടാക്സ്, ഇതിനെല്ലാം കൂടി വരുന്ന തുക കണക്കാക്കിയിട്ടാണ് റെന്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിരുന്നു. ആൻഡ് അതിൽ ഏത് ചൂസ് ചെയ്യണം, ഏത് ആണ് കറക്റ്റ് വാല്യൂ എന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ഈ പ്രോബ്ലത്തിൽ പിന്നെ ടോട്ടൽ സ്റ്റാൻഡേർഡ് ആനുവൽ റെന്റ് ആസ് പെർ മെത്തേഡ് 1, ഒന്നാമത്തെ മെത്തേഡ് പ്രകാരം അതിൻ്റെത് 2952 രൂപയാണ് പിന്നെ ആനുവൽ റെന്റ് ആയിട്ട് വരുന്നത്. ആൻഡ് രണ്ടാമത്തെ കാര്യം നോക്കുമ്പോൾ ടോട്ടൽ സ്റ്റാൻഡേർഡ് ആനുവൽ റെന്റ് ആസ് പെർ മെത്തേഡ് 2 പ്രകാരം ആനുവൽ റെന്റ് 4718 രൂപയാണ്. ഓക്കെ, ദ ലോവർ വാല്യൂ വിൽ ബി കൺസിഡേർഡ് ആസ് സ്റ്റാൻഡേർഡ് റെന്റ്. എപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് രണ്ട് മെത്തേഡിലും കൂടെ മുന്നോട്ട് പോകും. എങ്ങനെയായാലും ഫസ്റ്റ് മെത്തേഡിന്റെ വാല്യൂ സെക്കൻഡ് മെത്തേഡിനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ട് ലോവർ വാല്യൂ ഉള്ള ഏതാണോ ആ വാല്യൂ ആയിരിക്കും നമ്മൾ എപ്പോഴും എടുക്കുക, റെന്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ രണ്ട് മെത്തേഡിലും കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് മെത്തേഡ് നമ്പർ 1ൽ പിന്നെ ആനുവൽ റെന്റ് കുറവാണ്, അതിന്റെ പെർട്ടിക്കുലർ വാല്യൂ കുറവായതുകൊണ്ട് നമ്മൾ അതിനെയാണ് റെന്റ് ആയിട്ട് എടുക്കുന്നത് എന്ന് തീരുമാനിക്കുന്നു. സോ ദ സ്റ്റാൻഡേർഡ് റെന്റ് പെർ ആനം ഈസ് 2952, 2952 രൂപയാണ് വാർഷിക പിന്നെ വാടക എന്ന് തീരുമാനിക്കുന്നു. ആൻഡ് കാരണം എന്താണ്? നമ്മൾ മെത്തേഡ് 1 മെത്തേഡ് 2 വെച്ച് ചെയ്തു, അതിലെ ലോവസ്റ്റ് വാല്യൂ ആണ് നമ്മൾ എടുത്തത്. ആൻഡ് നമുക്കിപ്പോൾ കയ്യിലുള്ള എന്താണ്? ഒരു വർഷത്തെ സ്റ്റാൻഡേർഡ് റെന്റ് ആണ്. നമുക്ക് എന്ത് വേണം? ഒരു മാസത്തത് വേണം. അതിന് എന്ത് ചെയ്യണം? വർഷത്തെ സ്റ്റാൻഡേർഡ് റെന്റിനെ 12 കൊണ്ട് ഹരിക്കണം. സോ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 246 റുപ്പീസ്. 246 രൂപയാണ് വാടക ഇനത്തിൽ കിട്ടേണ്ടത്. അപ്പോൾ ഏത് ഒരു മാസം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചോയ്സ് ഉണ്ട്, മെത്തേഡ് 1ലും മെത്തേഡ് 2ലും പ്രോബ്ലം ചെയ്തിട്ട് മെത്തേഡ് 1 വിൽ ഓൾവേസ് ബി ലെസ് ദാൻ മെത്തേഡ് 2. അപ്പോൾ അതുവഴി നമ്മൾ ഏറ്റവും ലോവസ്റ്റ് വാല്യൂനെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് മെത്തേഡ് 1ലുള്ള തന്നെയാണ് നമ്മൾ വാല്യൂ എടുത്തത് എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ അതുവഴി ഓരോ മാസത്തെ കാൽക്കുലേഷൻ എത്രയാണ് വരുന്നത് എന്ന് 12 കൊണ്ട് ഹരിച്ചിട്ട് നോക്കുമ്പോൾ അത് കിട്ടും. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.